വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടർ വിതരണത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ വിവേചനപരമായ നടപടി യന്ത്രവൽകൃത മത്സ്യബന്ധന മേഖലയ്ക്ക് തിരിച്ചടിയായതായി മുനമ്പം ബോട്ട് ഓണേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പശ്ചിമേഷ്യയിലെ യുദ്ധ പശ്ചാത്തലത്തിൽ പാചകവാതകത്തിന് ക്ഷാമം നേരിട്ടതോടെ ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ മത്സ്യബന്ധന യാനങ്ങൾക്ക് പാചകവാതക സിലിണ്ടറുകൾ വിതരണം ചെയ്യരുതെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അധികൃതർക്ക് ജില്ലാ ഭരണകൂടം നൽകിയ നിർദ്ദേശമാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിലേക്ക് പാചകവാതകവുമായി കപ്പലുകൾ എത്തിയതോടെ ഹോട്ടലുകൾക്കും മറ്റും സിലിണ്ടറുകൾ വിതരണം പുനരാരംഭിച്ചുവെങ്കിലും രാജ്യത്തിന് വിദേശ നാണ്യം നേടിത്തരുന്ന മത്സ്യബന്ധന മേഖലയ്ക്കുള്ള സിലിണ്ടർ വിതരണം ഭരണകൂടത്തിന്റെ നിർദ്ദേശം കിട്ടാത്തതിനാൽ എണ്ണക്കമ്പനികൾക്ക് ഇതുവരെ വിതരണം പുനരാരംഭിക്കാൻ ആയിട്ടില്ലത്രേ. മത്സ്യബന്ധന ബോട്ടിന് പ്രതിമാസം 3 സിലിണ്ടറുകളെങ്കിലും വേണ്ടിവരും. എന്നാൽ ഇപ്പോൾ ഒരെണ്ണം പോലും കിട്ടാനില്ല. മാത്രമല്ല ഡീസലിനും ക്ഷാമമുണ്ട്. ഈ സാഹചര്യത്തിൽ ഭൂരിപക്ഷം യാനങ്ങളും മത്സ്യബന്ധനത്തിന് പോകാതെ കരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇതോടെ ജീവനക്കാരായ അന്യസംസ്ഥാന തൊഴിലാളികളാവട്ടെ നാട്ടിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോട്ടുകൾ മത്സ്യബന്ധനത്തിന് പോകാതെ വന്നതോടെ ബാങ്കിൽ നിന്നും വായ്പ എടുത്ത് ബോട്ട് നിർമ്മിച്ചവരുടെയൊക്കെ തിരിച്ചടവും മുടങ്ങിയതായി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ KB രാജീവ് പറഞ്ഞു. സ്ഥലം MLA മത്സ്യമേഖലയുടെ ഈ ദുരവസ്ഥ കണ്ടിട്ടും തിരിഞ്ഞുപോലും നോക്കുന്നില്ലത്രേ. തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ രാഷ്ട്രീയ കക്ഷികൾ ഇക്കാര്യത്തിൽ യന്ത്രവൽകൃത മത്സ്യബന്ധന മേഖലയ്ക്കൊപ്പം നിന്ന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കണമെന്നും കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ KB രാജീവ്, KA ഷബീർ ബാവ, അനീഷ്, PB ശിവൻ, TR നീരജ് എന്നിവർ പങ്കെടുത്തു. യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾക്ക് ഗ്യാസ് കിട്ടാത്ത ഒരവസ്ഥയാണ് ഉണ്ടായത്. വാണിജ്യ ആവശ്യങ്ങളും പാചകവാതക സിലിണ്ടർ വിതരണത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ വിവേചനപരമായ നടപടി മത്സ്യബന്ധന മേഖലയ്ക്ക് തിരിച്ചടിയായതായി മുനമ്പം ഫിഷിംഗ് ബോട്ട് ഓണേഴ്സ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി അറിയിക്കുകയാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ മേലധികാരികൾക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ അറിയിപ്പനുസരിച്ച് മുനമ്പം മേഖലയിൽ മത്സ്യബന്ധന യാനങ്ങൾക്ക് ഗ്യാസ് കിട്ടാത്തൊരവസ്ഥയാണ്. നിരവധി അന്യസംസ്ഥാന തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന ഈ മേഖലയിൽ ഗ്യാസിന്റെയും ഡീസലിന്റെയും ക്ഷാമം 70% മത്സ്യത്തൊഴിലാളികൾ ഇന്നിവിടെ നിന്ന് പലായനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നിരവധി യാനങ്ങൾക്ക് കോടി രൂപ മുതൽ ബാങ്ക് ലോൺ എടുത്ത് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകൾ ഇന്ന് ലോൺ അടക്കാൻ പറ്റാത്ത അവസ്ഥയിലും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഈ നയങ്ങൾക്ക് യന്ത്രവൽകൃത മത്സ്യബന്ധന മേഖല പാടെ തകർന്നിരിക്കുന്നു. ഇലക്ഷൻ സമയമായ ഇന്ന് ഇത്രയും വിഷയങ്ങളിൽ ഇവിടുത്തെ യാതൊരു രാഷ്ട്രീയ പാർട്ടികളും യാതൊരു ചെവിക്കൊണ്ടിട്ടില്ല എന്നുള്ള വസ്തുതയും കൂടി ഞങ്ങൾ അറിയിക്കുകയാണ്. കാരണം ഈ മേഖലയിലെ യാതൊരു പ്രശ്നങ്ങൾക്കും ഇന്നേ വരെ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ അല്ലാത്ത പക്ഷമോ യാതൊരുവിധ നീക്കുപോക്കുകൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല എന്നുള്ള വസ്തുത ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. പലവിധ കാര്യങ്ങൾക്കും ഞങ്ങൾ പലവിധ ഈ ഫിഷറീസ് മന്ത്രി അതുപോലെ MLA ഞങ്ങളെ കാണാൻ മുതലും കൂട്ടാക്കിയിട്ടില്ല. ഈ വൈപ്പിൻ MLA ഞങ്ങളെ ഒരു വിഷയങ്ങൾ ഞങ്ങളെ കാണാൻ പോലും കൂട്ടാക്കാത്ത ഒരു വ്യക്തിയായിരുന്നു.